BJPയും നിതീഷ് കുമാറുമായി അത്ര രസത്തിലല്ല ഇപ്പോൾ കാര്യങ്ങൾ. ഇത്തവണ മന്ത്രിസഭ പുനഃസംഘടന ഉൾപ്പെടെ ഉണ്ടായപ്പോൾ എല്ലാ ക്യാബിനറ്റ് വകുപ്പുകളും BJP ഒറ്റയ്ക്ക് കൈവശം വെച്ചു. 6 മന്ത്രിസ്ഥാനവും BJP തട്ടിയെടുത്തു. അതിൽ വ്യാപകമായ അതൃപ്തി JDU നേതാക്കൾ നിതീഷിനെ അറിയിച്ചിരിക്കുകയാണ്. JDUവിലെ പല MLA-മാരും മന്ത്രിസ്ഥാനം കൊതിച്ചിരുന്ന് കിട്ടാതെയായപ്പോൾ ഉള്ള വിഷമം രേഖപ്പെടുത്തിയിരുന്നു. ബീഹാറിൽ ഇപ്പോൾ 84 സീറ്റുകളാണ് BJP നിയമസഭയിൽ കൈയടക്കി വെച്ചിരിക്കുന്നത്. RJDക്കാണെങ്കിലോ 72 സീറ്റുകളും. നിലവിലെ രാഷ്ട്രീയ സാഹചര്യം BJPക്ക് അനുകൂലമാണ് എന്ന് സർവേ ഫലങ്ങൾ പലതും എഴുതി വിടുകയാണ്. ഗോദി ചാനലുകളെല്ലാം BJPക്ക് അനുകൂലമായി ചിന്തിക്കുന്നു. മറ്റൊരു മഹാരാഷ്ട്രയാകും ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് മോദി നിരവധിയായ കൺവെൻഷനുകളിൽ ആവർത്തിച്ച് പറയുമ്പോൾ ചങ്കിടിപ്പ് ഏറ്റവും വർദ്ധിച്ചു വരുന്നത് നിതീഷിന് തന്നെയാണ്. BJPക്ക് നേട്ടമുണ്ടായാൽ തനിക്ക് ദൂരവ്യാപകമായ നഷ്ടം മാത്രമായിരിക്കുമെന്ന തിരിച്ചറിവാണ് നിതീഷിന്റെ ഏറ്റവും വലിയ പേടി. BJP 90 അതിനു മുകളിലേക്കോ സീറ്റ് നില ഉയർത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടൊഴിഞ്ഞു കൊടുക്കേണ്ടി വരും. ഐക്യ ജനതാദൾ എന്നേക്കുമായി തകരും. MP-മാരിൽ തന്നെ പലർക്കും ചാഞ്ചാട്ടമുണ്ട്. പലരും BJPയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. BJP MP ആകുന്നതാണ് സേഫ് സോണിൽ നിൽക്കുന്നത് എന്ന തിരിച്ചറിവ് പല ഐക്യ ജനതാദൾ MP-മാരിലും ഉണ്ട് എന്നുള്ളത് പാർട്ടി കൺവെൻഷനുകളിൽ തന്നെ വ്യക്തമായ കാര്യമാണ്. അതിനിടെയാണ് RJD പരിഹാസത്തോടെ വീണ്ടും എരുതിയിൽ എണ്ണയൊഴിച്ചത്. നിതീഷ്, നിങ്ങളുടെ രാഷ്ട്രീയ സമാധി അടുത്തു കഴിഞ്ഞു. ഇനി ഒരു തിരിച്ചുവരവുണ്ടാകില്ല. ഇത്തവണ ജനങ്ങൾ നിങ്ങളെ തള്ളിപ്പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുന്ന നിങ്ങളുടെ അവസര രാഷ്ട്രീയത്തെ യുവജനത തള്ളിക്കളയും. തൊഴിൽ ലഭ്യത ഏറ്റവും കുറവുള്ള സംസ്ഥാനം, ആരോഗ്യ പരിപാലനം ഏറ്റവും കുറവുള്ള സംസ്ഥാനം, എന്നിട്ടും കേന്ദ്ര ബജറ്റിൽ വാരിക്കോരി കൊടുക്കുന്നത് ബീഹാറിന് മാത്രം. മണ്ഡല പുനഃക്രമീകരണം ഉൾപ്പെടെ നടത്തി 40-ൽ നിന്നും 60-ലേക്ക് ഉയർത്താനാണ് കേന്ദ്രത്തിന്റെ പദ്ധതി. അതും BJPക്ക് അനുകൂലമാക്കാൻ തന്നെയാണെന്ന് നിതീഷിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു.